നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. സ്വിഗ്ഗി സമരം എന്തിനു വേണ്ടി? ഈ മാസം 16-ാം തീയതി മുതൽ സ്വിഗ്ഗി മാനേജ്മെൻറ്റിനെതിരെ തൊഴിലാളികൾ സമരം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സംയുക്ത സമരസമിതി രൂപീകരിച്ചു. അതിൽ CITU, INTUC, ATUC, STU എന്നീ യൂണിയനുകൾ സംയുക്തമായി സംഘടിച്ചു സമരത്തിലേക്ക് പോകാനും തീരുമാനിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു സമരം? ഏകദേശം 6 വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വിഗ്ഗി മാനേജ്മെൻറ്റ് റേറ്റ് കാർഡ് പരിഷ്കരിക്കുക. ഇത് തന്നെയാണ് പ്രധാന ആവശ്യങ്ങളിലൊന്ന്. തുടക്കകാലം മുതൽ കിലോമീറ്ററിന് 5 രൂപ നിരക്കിൽ ആണ് സ്വിഗ്ഗി ഈ 2024 കഴിയാറാകുമ്പോഴും കൊടുക്കുന്നത്. ഏകദേശം 3 വർഷക്കാലമായിട്ട് ലേബർ കമ്മീഷണറുടെ പക്കലാണ് ഈ കേസ് നടക്കുന്നത്. ഫ്ലിപ്കാർട്ട്, ഊബർ ടാക്സി, സൊമാറ്റോ, സ്വിഗ്ഗി എന്നീ ഗിഗ് പ്ലാറ്റ്ഫോമുകളിലെ ജീവനക്കാരുടെ പരാതികൾ പല കാലങ്ങളായി ലേബർ കമ്മീഷണറിൻ്റെ മനുഷ്യാവകാശ കമ്മീഷണറുടെ മുന്നിലും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഇല്ല എന്നല്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പലതവണ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പടിക്കൽ കയറി ഇറങ്ങിയിരുന്നു. എങ്കിലും ഒരു തരത്തിലും ഉള്ള നീക്കുപോക്ക് ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സമരാഹ്വാനം ചെയ്തതിന് ശേഷം ഒരു പ്രഹസനം പോലെ CITUവിനെ അറിയിക്കുകയും ഒരു ചർച്ച നടത്താൻ ഡിസംബർ 13-ാം തീയതി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എത്തിയിരുന്നില്ല. എന്നിട്ട് ലേബർ കമ്മീഷണർ യൂണിയൻ പ്രതിനിധികളോട് സംസാരിച്ച് സമരം മാനേജ്മെൻറ്റിന് വേണ്ടി ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു. സമരപ്രഖ്യാപനം നടത്തുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഈ പ്രതിഭാസം സമരസമിതിക്കാർ നിരാകരിക്കുകയും സമരവുമായി മുന്നോട്ട് പോകുകയും ചെയ്യാൻ തീരുമാനിച്ചു. ഡിസംബർ 6-ാം തീയതി ലേബർ ഓഫീസർ മാർച്ചും 11-ാം തീയതി സ്വിഗ്ഗി ഓഫീസ് റാലിയും നടത്തിയതിനു ശേഷമാണ് 16-ാം തീയതി സമരവുമായി തൊഴിലാളികൾ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നത്. നിസ്സാരമായിട്ടുള്ള മറ്റ് ആവശ്യങ്ങൾ വേജ് സ്ലിപ്പ് നൽകുക, ഡെത്ത് ക്ലെയിം, ആക്സിഡന്റ് ക്ലെയിം എന്നിവ കൃത്യമായി നൽകുക, അന്യായമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക, അതുപോലെ തന്നെ ഡെമ്മി ഓർഡർ ഇൻസ്റ്റാമാർട്ടിൽ കൊടുക്കുന്നത് നിർത്തലാക്കുക എന്നിവയായിരുന്നു അതിൽ ചിലത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ സംയുക്ത സമരസമിതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതിൽ BMS എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം തൊഴിലാളി വിരുദ്ധരും മാനേജ്മെൻറ്റ് അനുഭാവികളും സമരത്തെ എതിർക്കുവാനും വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുമായി യോഗങ്ങൾ കൂടുകയും ഒപ്പുശേഖരണം നടത്തുകയും ചെയ്തു. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും മാനേജ്മെൻറ്റിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഒരു തൊഴിലാളി സംഘടന എന്ന പേര് പറഞ്ഞ് BMS യൂണിയൻ പ്രതിനിധികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൻ്റെ കൂടെ കൂടാതെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയും സമരത്തിന് എതിർക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? BMS യൂണിയൻ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ ലക്ഷ്യം? അത് അവരോട് തന്നെ ചോദിക്കണം പ്രിയ തൊഴിലാളികളെ. ഇനി വിഘടനവാദികളോട് ഒരു ചോദ്യം. മുൻ വർഷം കഴക്കൂട്ടം സോണിൽ നിന്നും ഷമീർ എന്ന റൈഡർ മരണപ്പെട്ടിരുന്നു. അതുപോലെ അശ്വിനും വിഷ്ണുവും അഫ്സലും ഈ മാസം കഴക്കൂട്ടത്ത് ഒരു ചെറുപ്പക്കാരനും മരണപ്പെട്ടു. അതുപോലെ 98 ആക്സിഡൻറ്റുകൾ സംഭവിച്ചു. അതിൽ അശ്വിൻ മരിച്ച് ഏകദേശം 10 മാസം ആകുന്നുണ്ട്. ഷമീറിൻ്റെ ഡെത്ത് ക്ലെയിം 10 ലക്ഷം കിട്ടിയിട്ടുണ്ട് 2.5 വർഷത്തിന് ശേഷം മാത്രം. ഇതിൽ പ്രധാനപ്പെട്ട ആക്സിഡൻറ്റുകളിൽ CITUവിൻ്റെ ഇടപെടലിൽ അനീഷ, സിദ്ദിഖ്, ശങ്കർ റെഡ്ഡി, രഞ്ജൻ റൊസാരിയോ, ആൻജീസ് തോമസ് ഇങ്ങനെ കുറച്ചുപേരുടെ ഇൻഷുറൻസ്, ലോസ് ഓഫ് പേ എന്നിവ വാങ്ങിക്കൊടുക്കാൻ യൂണിയന് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ പലരുടെയും വീടുകളും സന്ദർശിച്ചു. തൊഴിലാളികൾക്കിടയിൽ നിങ്ങളുടെ സേവനം എന്തെന്ന് കൂടി നിങ്ങൾ ഒപ്പ് ശേഖരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം. സ്വിഗ്ഗി ഡെലിവറിയെ ഉപജീവനമായി കാണുന്നവർക്ക് ഈ 5 രൂപയിൽ നിന്ന് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്. സമരം തുടങ്ങിയപ്പോൾ 35 രൂപ മുതൽ 95 രൂപ വരെ സർജ് കിട്ടിയവർ സമരം തീർന്നപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കൂടാതെ സമരം കഴിഞ്ഞപ്പോൾ എത്ര പേർ ഓടാനുണ്ട് എന്ന് കൂടി അറിയിക്കണം. മുൻകാലങ്ങളിൽ 9-10 മണിക്കൂർ കൊണ്ട് 1000-1200 രൂപ കിട്ടിയിരുന്നത് ഇപ്പോൾ 1200 രൂപ കിട്ടാൻ 15-16 മണിക്കൂർ ജോലി ചെയ്യേണ്ട അവസ്ഥ. പെട്രോൾ, ഫുഡ്, ബൈക്ക് മെയിൻ്റനൻസ് ഇതെല്ലാം നമ്മുടെ വരുമാനത്തിൽ നിന്നാണ് പോകുന്നത്. എന്നിട്ടും പറയുന്നു നമുക്കിത് മതിയെന്ന്. ഈ പറയുന്നവർക്ക് ഇതൊരു സ്ഥിര വരുമാനമാകില്ല.
അല്ലെങ്കിൽ ഇതിനു പുറമെ എന്തെങ്കിലും മാനേജ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ടാകും. പക്ഷേ കഴിഞ്ഞ തവണ ഒപ്പ് ശേഖരിക്കാൻ നിന്ന ഒരു പുഴുക്കുത്ത് ഈ വർഷവും സമരസമയത്ത് ഇറങ്ങിയിരുന്നു. ഈ പുഴുക്കുത്തിൻ്റെ കൂടെ കഴിഞ്ഞ സമരത്തിന് കൂടെ നിന്നിരുന്ന 2 വ്യക്തികൾ ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞു കിടന്ന സമയത്ത് ഈ മാനേജ്മെൻറ്റിൽ നിന്ന് ലോസ് ഓഫ് പേ വാങ്ങിക്കൊടുക്കാൻ തൊഴിലാളികളുടെ ഒത്തൊരുമയും യൂണിയന്റെ അധ്വാനവും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കുന്നത് ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന വിഘടനവാദികളും പ്രതിക്രിയാവാദികളും അറിഞ്ഞിരിക്കണം. ഒരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുന്നു. 3 വർഷമായിട്ട് ഞാൻ സ്വിഗ്ഗി മാനേജ്മെൻറ്റിനുമായി തർക്കം നടക്കുന്നുണ്ട്. നിരന്തരമായി മരണപ്പെട്ടവരുടെ ക്ലെയിം വാങ്ങിക്കൊടുക്കാനും ആക്സിഡന്റ് ക്ലെയിം വാങ്ങിക്കൊടുക്കാനും ഇടപെടുന്നത് ഒരുപക്ഷെ മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകും. അതിനവർക്ക് എന്നെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടാകും. ഒരുപക്ഷെ മുൻകാലങ്ങളിലുള്ള ഭീഷണിയും അതുപോലെ എനിക്കെതിരെ ഉള്ള വിഘടനവാദികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ചില ഗൂഢാലോചനകൾ, എനിക്ക് നേരെ ഉള്ള ചില ആക്രമണങ്ങളും ആക്സിഡന്റ് പോലെ തോന്നിക്കുന്ന ചില വാഹനങ്ങൾ എനിക്ക് നേരെ വന്നിരുന്നതും കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ മാത്രം. പക്ഷേ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്ന് മാത്രം എൻ്റെ അവസാനം കാണാൻ ആഗ്രഹിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നു. ഗിഗ് വർക്കേഴ്സിന് വേണ്ടി രക്തസാക്ഷിയാകുന്നുവെങ്കിൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.